ഇന്ന് ഞാൻ വെഡ്ഡിംഗ് ഡ്രസ്സ് എന്ന മനോഹരമായിട്ടുള്ളൊരു കൊറിയൻ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒരു സിംഗിൾ മദറാണ് ഗോയൂൺ. അവരുടെ മകളാണ് സോറ. ഈ അമ്മയുടെയും മകളുടെയും കഥയാണ് ചിത്രം പറയുന്നത്. സാധാരണയായിട്ട് ഗോയൂണിൻ്റെ ജോലി തിരക്കുകൾ കാരണം സാറയ്ക്ക് അമ്മയോടൊപ്പം വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ക്വാളിറ്റി സമയം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അമ്മ തന്നെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ അവളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ലാതെ ആൾക്കൂട്ടത്തിലൊരു ഒറ്റയായി പോയ കുട്ടിയായി അവൾ മാറാണ്. എന്നാൽ അമ്മയായ ഗോയൂണിൻ്റെ അവർക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുകയും അവരുടെ നില വഷളാവുകയും ചെയ്യുന്നതോടുകൂടി എല്ലാം മാറി മറിയുന്നു. ദിവസങ്ങൾ മാത്രമേ അവൾക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കൂ എന്ന് ഡോക്ടർ പറയുന്നു. അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കുന്ന സൗറ പിന്നീട് അമ്മയുടെ ആഗ്രഹങ്ങൾ ഓരോന്നും നിറവേറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ലളിതമായൊരു കഥയാണിത്. എന്നാൽ ഈ ലാളിത്യമാണ് ഈ സിനിമയുടെ ശക്തി. ലളിതമായ ആഖ്യാനവും പ്രമേയവും കഥാപാത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. വെഡ്ഡിംഗ് ഡ്രസ്സ് ഡിസൈനറായിട്ടുള്ള ഗോയൂൺ തൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നിശബ്ദമായി ആരംഭിക്കുകയാണ്. സോറ വളർന്ന് വലുതായി വിവാഹം കഴിക്കുമ്പോൾ അണിയേണ്ട ഒരു വിവാഹ വസ്ത്രം പോലും അവർ തുന്നാൻ തുടങ്ങുന്നു. കാരണം അവളുടെ ആ വലിയ ദിവസത്തിൽ താൻ അവളോടൊപ്പം ഉണ്ടാവില്ല എന്ന് അമ്മയായിട്ടുള്ള ഗോയൂണിനറിയാം. ആദ്യമൊന്നും സോറയ്ക്ക് അമ്മയുടെ അസുഖത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ കൊച്ചുമിടുക്കി അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അതിപ്പോൾ എത്ര ചെറുതായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളും ഒന്ന് വിങ്ങുന്നത്. സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് വെറും 10 വയസ്സുണ്ടായിരുന്ന ആ കുട്ടിയുടെ കഥാപാത്രം, ആ കുട്ടി അതിശയകരമായിട്ടുള്ള അഭിനയമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സോറ എന്ന കഥാപാത്രത്തെ അവൾ അത്ര ആഴത്തിൽ അവതരിപ്പിക്കുന്നത് കാണാൻ പറ്റും. സോറയുടെ വികാരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാറി മറിയുന്നു. അങ്ങനത്തെ നിരവധി രംഗങ്ങളുണ്ട്. ഒരു നിമിഷം അവൾ ചിരിക്കും, അടുത്ത നിമിഷം അവൾക്ക് അതിതീവ്രമായിട്ട് കരയേണ്ടി വരും. അത്തരത്തിൽ അവളുടെ ചിരിയും കരച്ചിലും ഒക്കെ വളരെ സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെടും. ഈ കുട്ടിക്കിത് അനായാസം ചെയ്യാൻ കഴിഞ്ഞു. അതാണ് ഈ സിനിമയെ സവിശേഷമാക്കുന്നത്. അതിൻ്റെ ലളിതമായ കഥ പറച്ചിലും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ശക്തമായ വൈകാരിക ബന്ധവുമൊക്കെ ഈ സിനിമയെ വേറിട്ടതാക്കി നിർത്തുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇമോഷണൽ കണക്ഷൻസ് കൺവേ ചെയ്യാൻ കഴിയുന്ന കുടുംബ ചിത്രങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചലച്ചിത്രമാണ്.